എല്ലാവർക്കും നമസ്കാരം. സിവിലിയൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ മാസം നടക്കാൻ പോകുന്ന 23-ാം തീയതി 30-ാം തീയതി നടക്കുന്ന എക്സാംസിന്റെ സിലബസ് കമ്പാരിസണുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് 23-ാം തീയതി നടക്കാൻ പോകുന്ന ഗ്രേഡ് 2 PWD ഇറിഗേഷന്റെ എക്സാമിന്റെയും അതേപോലെ തന്നെ 30-ാം തീയതി നടക്കാൻ പോകുന്ന ഗ്രേഡ് 2 ഗ്രേഡ് 3 ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സാംസിന്റെ സിലബസ് കമ്പാരിസൺ ആണ്. അപ്പോൾ രണ്ടിലും നമുക്ക് ഗ്രേഡ് 2 കാറ്റഗറി എന്ന് പറയുന്ന ഒരു വാക്ക് കിടക്കുകയാണ്. അപ്പോൾ ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാ ആസ്പിറൻസും, അതായത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു സിമിലർ തോട്ട് എന്ന് പറയുന്നത് രണ്ടും ഒരേ സിലബസ് ആയിരിക്കും എന്നുള്ള രീതിയിൽ വെറുതെ അങ്ങ് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, രണ്ടും 2 ദിവസമായിട്ടാണ് എക്സാം നടക്കുന്നത്. അതിൽ തന്നെ നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം, സിലബസിൽ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് സിലബസ് കമ്പാരിസൺ നമ്മൾ ചെയ്യാൻ വന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കഴിഞ്ഞ പല എക്സാംസുകളുടെയും ഒരു ട്രെൻഡ് നോക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് എക്സാംസ് വരുന്നത്. അതായത് ചോദ്യപേപ്പറുകൾ അതേ ട്രെൻഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള എക്സാംസിനും അതേ ട്രെൻഡ് ആയിരിക്കും കാണുമെന്നുള്ളത് നമുക്ക് ശുഭാപ്തിയായിട്ട് വിശ്വസിക്കാം. പക്ഷേ നമുക്കത് തികച്ചും ഒരു പ്രോബബിൾ കേസാണ്. കാരണം ചിലപ്പോൾ ചോദിക്കാം, ചോദിക്കാതിരിക്കാം. പക്ഷെ ഒരു മുൻകാല ചോദ്യപേപ്പറിന്റെ ഈ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും ചോദ്യങ്ങളെല്ലാം സിലബസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് അതിനെ ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം വെറുതെ നമ്മൾ കണ്ടന്റ് എല്ലാം വലിച്ചു വാരി പഠിക്കുന്നതിനേക്കാളും എന്താണോ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് അത് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സമയം കളയാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സിലബസ് കമ്പാരിസണിലേക്ക് വരികയാണ്. അതിൽ ആദ്യത്തെ കാറ്റഗറിയിൽ, അതായത് നമുക്ക് 23-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാംസിന് 10 മൊഡ്യൂളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 30-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാംസിന് 10 സെഗ്മെന്റ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഓരോന്നിനും മാർക്ക് വെയിറ്റേജ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വ്യത്യാസം, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ആദ്യത്തേതിൽ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മൊഡ്യൂൾ 1-ൽ. അതായത് ഗ്രേഡ് 2 PWD ഇറിഗേഷൻ എക്സാംസിന്റെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് 23-ാം നടക്കാൻ പോകുന്നത്. അതിൽ അവർ കറക്റ്റ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, യൂസസ്, ലേഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ്, ടൈപ്പ് ഓഫ് ലൈൻസ്, ലെറ്ററിംഗ്, ഡയമെൻഷൻ. അത് കഴിഞ്ഞിട്ട് ടൈപ്പ് ഓഫ് സ്കെയിൽ, പ്ലെയിൻ, ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻ, പ്രൊജക്ഷൻ. ഇത്രയും കാര്യങ്ങൾ, അതായത് വളരെ ഡ്രോയിങ്ങിൽ, നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ടു ദ പോയിന്റ് ആണ് അവർ പറഞ്ഞു പോയിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു ഡീറ്റെയിലിംഗ് അവർ ഉദ്ദേശിച്ചിട്ടില്ല. ജസ്റ്റ് ഇതൊക്കെയാണ് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് തന്നെ നമ്മൾ ജസ്റ്റ് ബിൽഡിംഗ്, ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് ഗ്രേഡ് 2 ഗ്രേഡ് 3 ഹാർബർ എക്സാംസിന്റെ, അതായത് 30-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാംസിന്റെ സിലബസിൽ തന്നിരിക്കുന്നത് അവർ ബിൽഡിംഗ്, ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യത്യാസം കണ്ടോ, മാർക്ക് വെയിറ്റേജ് ആണ്. അതിൽ ഗ്രേഡ് 2 രണ്ടും ഗ്രേഡ് 2 ആണ്, ഗ്രേഡ് 3യും ഉണ്ട്. അതിൽ PWD ഇറിഗേഷനിൽ നമുക്ക് ബിൽഡിംഗ് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് 8 മാർക്കും, അതേപോലെ ഗ്രേഡ് 2 ആൻഡ് 3 ഹാർബർ എഞ്ചിനീയറിംഗിന് 10 മാർക്കുമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 10 മാർക്കിൽ 30-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാംസിൽ അവർ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലേ ഓഫ് ഡ്രോയിങ്, ലൈൻസ്, ലെറ്ററിംഗ്, ഡയമെൻഷൻ, സ്കെയിൽ, പ്രൊജക്ഷൻസ്, അതേപോലുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ബിൽഡിംഗ് ഡ്രോയിങ്. ബിൽഡിംഗ് ഡ്രോയിങ്ങിന്റെ IS കോഡ് പറഞ്ഞിട്ടുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്, ഓറിയന്റേഷൻ പറഞ്ഞിട്ടുണ്ട്, ലോക്കൽ ബിൽഡിംഗ് ബൈലോസ് പറഞ്ഞിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലേഔട്ട് പ്ലാനും കീ പ്ലാനും സബ്മിഷൻ ഡ്രോയിങ്ങും, ഏതൊക്കെയാണ് സേഫ്റ്റി പ്രൊവിഷൻസും, റിക്വയർമെന്റ് ഓഫ് ഗ്രീൻ ബെൽറ്റ് ആൻഡ് ലാൻഡ്. അതായത് കണ്ടന്റ് വൈസ് നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടും നമ്മുടെ സിലബസ് കുറച്ച് കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഗ്രേഡ് 2 ആൻഡ് 3 ഹാർബർ എഞ്ചിനീയറിംഗ് എക്സാംസിനാണ്. ഇത് 10 മാർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ 10 മാർക്കിൽ ഇവിടെ CAD എന്ന് പറയുന്ന ഒരു അഡീഷണൽ ടോപ്പിക് കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് CAD-നെ കുറിച്ചിട്ടുള്ള ബേസിക് കണ്ടന്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ 23-ാം തീയതിയിലെ എക്സാം, അതായത് ഗ്രേഡ് 2 PWD ഇറിഗേഷന്റെ എക്സാമിന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, AutoCAD എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു മൊഡ്യൂൾ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിന് ഏകദേശം 8 മാർക്കും ഉണ്ട്. അതായത് AutoCAD-ന് മാത്രം ഏകദേശം 8 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗ്രേഡ് 2 PWD ഇറിഗേഷനിൽ. അതിലും ഏകദേശം ബേസിക് നോളജ് കാര്യങ്ങൾ വരുന്ന കാര്യങ്ങളാണ് അവരും പറഞ്ഞിരിക്കുന്നത്, കമ്പയർഡ് ടു നമ്മുടെ ഹാർബറിന്റെ എക്സാംസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതില് മാർക്ക് വെയിറ്റേജ് കുറച്ച് കൂടുതലെന്ന് പറയുന്നത് AutoCAD-നാണ്. കാരണം 8 മാർക്ക് അതിന് വേണ്ടി മാത്രം വന്നിരിക്കുകയാണ്, ഡ്രോയിങ്ങിന് 8 മാർക്കും.
പക്ഷേ നമ്മുടെ ഗ്രേഡ് 2 ഹാർബറിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി ടു ദി പോയിന്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് സിലബസ് കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. മാർക്ക് വെയിറ്റേജ് ഇച്ചിരി കുറവുമാണ് നമ്മുടെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് എന്നുള്ള സെഗ്മെന്റിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത്. രണ്ടാമത്തെ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ PWD ഇറിഗേഷൻ ഗ്രേഡ് 2 ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം 12 മാർക്കാണ് 23-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാംസിൽ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഈ 30-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാമിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് മാത്രം 15 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. 15 മാർക്ക്. അപ്പോൾ ഇതിലൊരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ പോയിന്റിൽ ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആണ്. അതിൽ ഹാർബറിന്റെ ഈ ഒരു എക്സാമിന് മാത്രം ബിൽഡിംഗ് മെറ്റീരിയൽസ് നമുക്ക് അഡീഷണൽ ആയിട്ട് കാണപ്പെടുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പെയിന്റ്, വാർണിഷ്, മെറ്റൽസ് ആണ് അഡീഷണൽ ആയിട്ട് കാണപ്പെടുന്നത്. ആൻഡ് മോർ ഓവർ കുറച്ച് പ്ലാസ്റ്റിക് ക്ലാസിഫിക്കേഷനും ടൈപ്സും യൂസസും. ബാക്കി ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ ഇവിടെ ബിൽഡിംഗ് മെറ്റീരിയൽസിന് ഒരുപാട് വെയിറ്റേജ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഗ്രേഡ് 2 ആൻഡ് 3 ഹാർബർ എഞ്ചിനീയറിംഗ് എക്സാംസിന്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കമ്പാരിസണിൽ പറയാൻ പറ്റുന്ന പറഞ്ഞാൽ 12ഉം 15ഉം ആണ്. അതൊരു നല്ലൊരു മാർക്ക് വെയിറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ടു ദ ടോപ്പിക് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ആദ്യം ഫോക്കസ് ചെയ്ത് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി ബിൽഡിംഗ് മെറ്റീരിയൽ കഴിഞ്ഞിട്ട് ഇടതുവശത്ത് അവർ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മുടെ 23 എക്സാംസിന് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞെങ്കിലും ഇത് പറഞ്ഞിരിക്കുന്നത് മൊത്തം ബിൽഡിംഗ് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അവർ സെപ്പറേറ്റ് ആയിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് വേറൊരു മൊഡ്യൂളും തന്നിട്ടുണ്ട്. പറഞ്ഞ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതിലാണ്. അതായത് അവർ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിലും ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നതിന് കാരണം ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 4 ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ 20 മാർക്കാണ് ഭയങ്കരമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 20 മാർക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു കാര്യമല്ല. അതായത് നമ്മുടെ ഈ ഒരു ഗ്രേഡ് 2 PWD ഇറിഗേഷനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിരിക്കുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലാണ്. 20 മാർക്കാണ് വന്നിരിക്കുന്നത്. ഇനി നേരെ തിരിച്ച് ഗ്രേഡ് 2, 3 ഹാർബർ എഞ്ചിനീയർ എക്സാമിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജിക്ക് ഏകദേശം ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ അതേ മാർക്ക് വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്, 15 മാർക്ക്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ആ ഒരു സിലബസ് തന്നിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിൽ നോക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും വെൽ ഡിഫൈൻഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും കൺസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം സിലബസ് കൂടുതൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത് ബിൽഡിംഗ് മെറ്റീരിയലിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇനി ഗ്രേഡ് 2 PWD ഇറിഗേഷനിൽ നോക്കുന്ന സമയത്ത് ഇതിൽ എല്ലാവരും തെറ്റ് വരുത്താൻ പോകുന്ന ഒരു മേഖലയാണ്. കാരണം ഈ 20 മാർക്ക് കണ്ട ഉടനെ അങ്ങ് ഞെട്ടി വീഴും. അതായത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ 20 മാർക്കാണ്. ഇതിൽ വളരെ എന്താ പറയുന്നത്, നമ്മൾക്ക് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യം ഇതിൽ ഒളിച്ചു കിടക്കുന്നുണ്ട്. ഇതിൽ ഒളിച്ചു കിടക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ അഡീഷണൽ ആയിട്ട് കയറിയിരിക്കുന്നതാണ് RCCയും അതേപോലെ തന്നെ സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. അതായത് ഈ ഒരു RCC മുതൽ സ്ലംബ് ടെസ്റ്റ് വരെ ഉള്ളത്, അതായത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് പ്യുവർലി RCC ആണ്. ബാക്കിയുള്ള ഈ ഒരു പോർഷൻസ് കംപ്ലീറ്റും സ്റ്റീലിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തന്നെയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്നല്ല ഇതിന് പറയേണ്ടത്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പ്ലസ് RCC പ്ലസ് സ്റ്റീൽ, ഈ 3 ടോപ്പിക് കൂടെ ചേർന്നിട്ടാണ് 20 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഎഫക്റ്റീവ്ലി നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഎഫക്റ്റീവ്ലി പറയാം. അതായത് കൺസ്ട്രക്ഷൻ ടെക്നോളജി, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന 2 എക്സാംസിനും വളരെയധികം മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ കൂടെ ചേർക്കുമ്പോൾ ഭയങ്കര ഒരു മാർക്ക് വെയിറ്റേജ്, ഓൾമോസ്റ്റ് 30 മാർക്ക് അടുപ്പിച്ച് നമുക്ക്, അല്ലെങ്കിൽ 30-ന് മുകളിൽ മാർക്ക് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ നിന്നു. അപ്പോൾ എന്താണോ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് അതിലുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇതിൽ ഗ്രേഡ് 2 ആൻഡ് 3 ഹാർബർ എഞ്ചിനീയറിംഗ് എക്സാംസിൽ സ്റ്റീലും അതേപോലെ തന്നെ RCCനെയും കുറിച്ച് സെപ്പറേറ്റ് ഒരു സെഗ്മെന്റ് ആയിട്ടാണ് അവർ തന്നിരിക്കുന്നത്. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എന്നും പറഞ്ഞ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് 10 മാർക്കാണ് വന്നിരിക്കുന്നത്. അതായത് ഭയങ്കര അധികം ഒരു വെയിറ്റേജ് RCCക്കും സ്റ്റീലിനും കൊടുത്തിട്ടുണ്ട്. അവർ സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ RCCയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ, അതായത് ടോപ്പിക് വൈസ് സിലബസ് നോക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതലാണ്. സ്റ്റീലിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് പറഞ്ഞിരിക്കുന്നത്. ബേസിക് കാര്യങ്ങൾ മാത്രമാണ് സ്റ്റീലിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ RCC അത്യാവശ്യം വെയിറ്റേജ് കൂടുതലാണ്. സോ നമുക്ക് ഈ 10 മാർക്കിൽ ഒരു പ്രോബബിൾ ചാൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത് കൂടുതൽ മാർക്കും നമുക്ക് RCCയിലായിരിക്കും വരുന്നത്. സ്റ്റീലിൽ കമ്പാരിറ്റീവ്ലി കുറവാവാനാണ് സാധ്യത കൂടുതൽ. ഇനി അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ
എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഗ്രേഡ് 2 3 ഹാർബറിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ PWD ഇറിഗേഷനിൽ പറഞ്ഞിരിക്കുന്നത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് എന്നാണ്. 12 മാർക്കുകളാണ് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന വേറൊന്നുമില്ല, ബിൽഡിംഗ് റൂൾസ് പറയണം, ബൈലോസ് പഠിക്കണം, പ്രൊവിഷൻ ഓഫ് സേഫ്റ്റി ഫോർ ബിൽഡിങ്സ് എന്നുള്ള രീതിയിലാണ് ബൈലോസ് എന്ന് പറയുന്ന സെഗ്മെന്റ് നിൽക്കുന്നത്. ഡ്രോയിങ് വരുന്ന സമയത്ത് വേറെ കണ്ടീഷൻസ് ഒന്നും അവർ പറയുന്നില്ല. അതിൽ അഡീഷണൽ ആയിട്ട് പറയുന്നത് എസ്റ്റിമേഷനെ കുറിച്ചും പറയുന്നുണ്ട്, വാല്യുവേഷനെ കുറിച്ച് ടേംസുകളും അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, വാല്യുവേഷന്റെ ടേംസുകളെ കുറിച്ച്. ഇനി രണ്ടാമത്തെ സെഗ്മെന്റ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് നോക്കുമ്പോൾ ഗ്രേഡ് 2 and 3 ഹാർബറിൽ നോക്കുന്ന സമയത്ത് അവർ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് എസ്റ്റിമേഷനിൽ വരുന്നത്, അങ്ങനെയുള്ള കോസ്റ്റിംഗ് രീതിയിലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിലബസിൽ. അപ്പോൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്ക് വെയിറ്റേജ് കുറച്ച് കൂടുതൽ, എസ്റ്റിമേഷനും ബൈലോസും റൂൾസും എല്ലാം കൂടെ ചേർന്ന് മാർക്ക് വെയിറ്റേജ് കൂടുതൽ നമുക്ക് വരുന്നത് ഗ്രേഡ് 2 PWD ഇറിഗേഷൻ എക്സാമിനാണ്. നമ്മുടെ ഹാർബറിലേക്ക് വരുന്ന സമയത്ത് എസ്റ്റിമേഷൻ കോസ്റ്റിങ്ങിന് ജസ്റ്റ് 5 മാർക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 23-ാം തീയതിയുടെ എക്സാം പഠിക്കുന്ന സമയത്ത് എസ്റ്റിമേഷനും അതേപോലെ തന്നെ വാല്യുവേഷനും ബൈലോസും കുറച്ചും കൂടെ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക, നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യണമെങ്കിൽ. മറ്റേ എക്സാമിന് പഠിക്കേണ്ടെന്നല്ല, പക്ഷെ കുറച്ചും കൂടെ നമ്മൾ സ്ട്രെയിൻ ചെയ്യുക. അപ്പം ഈ വരുന്ന 23 എക്സാമിന് നിങ്ങൾക്ക് ബിൽഡിംഗ് ബൈലോസ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ഓട്ടോക്യാഡ്, ഇത് 4 വളരെ ക്രൂഷ്യൽ ആയിട്ട് നിങ്ങളുടെ മാർക്ക് 50-ന് മുകളിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിവുള്ള 4 ടോപ്പിക്കുകളെ കുറിച്ചാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇറിഗേഷൻ എഞ്ചിനീയറിംഗിലേക്ക് വരുന്ന സമയത്ത് 23-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാമിന് ഏകദേശം 6 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഹാർബറിന്റെ എക്സാമിന് ഏകദേശം 10 മാർക്കാണ്. ഓൾമോസ്റ്റ് വെയിറ്റേജ് കൂടുതൽ ഹാർബറിനാണ് വന്നിരിക്കുന്നത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ. അതിൽ ടോപ്പിക്കുകൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് PWD ഇറിഗേഷനിൽ അഡീഷണൽ ആയിട്ട് വന്ന ഒരു ടോപ്പിക്കാണ് ടർബൈൻ എന്ന് പറയുന്നത്. ബാക്കി ഏകദേശം നമ്മുടെ ഹാർബർ എക്സാംസിന് ഏകദേശം ടോപ്പിക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടെ അവർ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പഠിക്കേണ്ടതെന്നുള്ളൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഹാർബർ എഞ്ചിനീയറിംഗ് എക്സാമിന് വേണ്ടി സിലബസിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓവർസിയർ എക്സാംസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മാർക്ക് വെയിറ്റേജ് വരുന്ന അടുത്ത ഒരു രണ്ടാമത്തെ സെഗ്മെന്റിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് സർവേയിങ് എന്ന് പറയുന്നത്. അപ്പോൾ സർവേയിങ് മാർക്ക് വെയിറ്റേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ PWD ഇറിഗേഷന് 14 മാർക്കും ഹാർബറിന് ഏകദേശം 10 മാർക്കുമായിട്ടാണ് കാണപ്പെടുന്നത്. ഓൾമോസ്റ്റ് 4 മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ 4 മാർക്ക് കൺസിഡർ ചെയ്യേണ്ട. ലൈക്ക് വേറൊന്നുമില്ല, പഠിക്കുന്നത് ഭയങ്കരമായിട്ട് തന്നെ നല്ലതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷനും ബൈലോസും അതേപോലെ തന്നെ ഈ സർവേയിങ്ങും കുറച്ചും കൂടെ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക, മാർക്ക് നല്ലതുപോലെ കൂടും. ഓൾമോസ്റ്റ് നമ്മുടെ ഗ്രേഡ് 2 PWD ഇറിഗേഷനിൽ നോക്കുന്ന സമയത്ത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം ഓൾമോസ്റ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസ് ടു ബേസ് ആയിട്ടാണ് അവർ പറഞ്ഞു പോയിരിക്കുന്നത്. ഇവിടെ സർവേയിങ്, നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗ് എക്സാമിന് സർവേയിങ്ങും ലെവലിങ്ങും സെപ്പറേറ്റ് ആയിട്ട് തരികയും അതിൽ കുറച്ച് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഇതിൽ തമ്മിൽ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് PWD ഇറിഗേഷനിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോട്ടൽ സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ആയിട്ട് കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. നമ്മുടെ ടോട്ടൽ സ്റ്റേഷനിൽ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് PWD ഇറിഗേഷനിൽ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ ടോപ്പിക്കാണ്. ഹാർബറിൽ അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് GPS-ഉം അതേപോലെ ടോട്ടൽ സ്റ്റേഷനെ കുറിച്ചുമായിരിക്കും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. ഇനി PWD ഇറിഗേഷനിൽ വരുന്ന സമയത്ത് അവർ അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആൻഡ് അപ്ലൈഡ് മെക്കാനിക്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ആ സിലബസ് നോക്കിക്കേ, അവർ പറഞ്ഞിരിക്കുന്നത് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് കാൽക്കുലേഷൻസ് ആണ്, വോളിയം, ഏരിയ, പെരിമീറ്റർ അങ്ങനെയുള്ള കാര്യം കണ്ടുപിടിക്കാനാണ്. അതിനുശേഷം മെഷീൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മെഷീൻസ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വർക്ക്, പവർ, എനർജി, സിമ്പിൾ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ബേസിക് കാര്യങ്ങളാണ്. വീണ്ടും മാത്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഏകദേശം വരുന്നത് 6 മാർക്കാണ്. ഇനി നേരെ നമ്മുടെ ഇതിലോട്ട് വരുന്ന സമയത്ത്, ഹാർബറിലേക്ക് വരുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് മാത്രം 10 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. 10 മാർക്ക്. അതായത് PWD ഇറിഗേഷനിൽ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റും അപ്ലൈഡ് മെക്കാനിക്സും കൂടെ ചേർത്തിട്ട് 6 മാർക്കേ ഉള്ളൂ. ഹാർബറിലേക്ക് വന്നപ്പോൾ
അത് മെക്കാനിക്സിന് മാത്രം 10 മാർക്കാണ്. അപ്പോൾ വീണ്ടും ഒരു മാർക്ക് വെയിറ്റേജ് കൂടുതലാണ് ഹാർബറിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വേണം പഠിച്ചു പോകാൻ. അല്ലെങ്കിൽ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സിലബസിൽ ഉള്ളതിനേക്കാളും കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയനഷ്ടമാണ്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു തീർക്കുന്നെന്ന് വരത്തില്ല. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ 10 മാർക്കിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യമാണ് മെക്കാനിക്സിൽ ഹാർബറിൽ പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം പറയുന്നുണ്ട്, ഡിഫിനിഷൻ പറയുന്നുണ്ട്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഫ്രിക്ഷൻ, റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മെക്കാനിക്സും അതേപോലെ തന്നെ മോസിന്റെ ഒരു ബേസിക് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതാണ്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യണം. മെക്കാനിക്സ് മാത്രം നോക്കിയിട്ട് പോരുത്. സിലബസിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ അഡീഷണൽ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മോസിന് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിലും ഒരു ഫോക്കസ് നിങ്ങൾ കൊടുക്കുക 10 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇതിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് നോക്കുന്നുണ്ടെങ്കിൽ PWD ഇറിഗേഷനിൽ അവർ പറയുന്നത് റോഡിനെ കുറിച്ച് പറയുന്നുണ്ട്, റെയിൽവേനെ കുറിച്ച് പറയുന്നുണ്ട്, ആൻഡ് മോർ ഓവർ ബ്രിഡ്ജിനെ കുറിച്ചും പറയുന്നുണ്ട്. ഹാർബറിലേക്ക് വരുന്ന സമയത്ത് റോഡുണ്ട്, റെയിൽവേ ഉണ്ട്, ബ്രിഡ്ജസ് ഉണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് വന്ന, അത് ഹാർബറിൽ അഡീഷണൽ ആയിട്ട് വന്നൊരു ടോപ്പിക്കാണ് ഇത് ടണൽ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്ക് വെയിറ്റേജ് നോക്കുന്നുണ്ടെങ്കിൽ 8ഉം 10ഉം മാർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് 8ഉം 10ഉം മാർക്കായിട്ട് ഏകദേശം ഓൾമോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ഹാർബറിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഏത് പഠിക്കാൻ ശ്രമിക്കുക, ടണലും കൂടെ പഠിക്കാൻ ശ്രമിക്കുക. ബാക്കി ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആയിട്ടാണ് ടോപ്പിക്കുകളിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഞാൻ പറഞ്ഞു, 1 ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, 2 സർവേയിങ്, പിന്നൊന്ന് ഇറിഗേഷൻ, ആൻഡ് അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ഈ 4 ടോപ്പിക്കുകളിൽ നിന്നും അത്യാവശ്യം സെയിം ടു സെയിം ആയിട്ടുള്ള വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്ത, അതായത് നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് വരുന്ന സമയത്ത് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടാണ് 2 സൈഡിലും കൊടുത്തിരിക്കുന്നത്. മാർക്ക് വെയിറ്റേജ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആയിട്ടാണ് കിടക്കുന്നത്. ഏകദേശം 5 മാർക്കും 6 മാർക്കുമായിട്ടാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പാരിസണിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മാർക്ക് വെയിറ്റേജ് ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആണ്. അപ്പോൾ ഇത് പഠിക്കുകയാണെങ്കിൽ ഈക്വൽ തുല്യമായിട്ട് നിങ്ങൾ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ ഇതിന്നും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഓടിച്ച് പറയുന്ന സമയത്ത് നിങ്ങളിപ്പം വരാൻ പോകുന്ന 23-ാം തീയതി എക്സാമിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബേസിക് എഞ്ചിനീയറിംഗ്, ഓട്ടോ ക്യാഡ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, അതേപോലെ തന്നെ നമ്മുടെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് മാർക്ക് വെയിറ്റേജ് ഇല്ലെന്നല്ല ഉണ്ട്, പിന്നെ സർവേ. ഇത്രയും നല്ല മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ബാക്കിയുള്ളതിനൊക്കെ മാർക്ക് വെയിറ്റേജ് ഇല്ല എന്നല്ല പറയുന്നത്, ഇത്രയും ടോപ്പിക്കിന് ഭയങ്കരമായിട്ട് മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അത് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളത് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ഇനി നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗ് എക്സാമിൽ 30-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാമിൽ ഏകദേശം വെയിറ്റേജ് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനും ലെവലിങ്ങിനും സർവേയിങ്ങിനാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളതിന് ഈക്വൽ വെയിറ്റേജ്, അതായത് 10 മുതൽ എന്നല്ലെങ്കിൽ 5 മുതൽ 10 മാർക്കിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് കാരണം ഇങ്ങനെ ഒരു കമ്പാരിസണിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഗ്രേഡ് 2 എക്സാം പോകുമ്പോൾ ഒരുമിച്ച് നടത്തേണ്ട എക്സാം ആണ് 2 കാറ്റഗറി ആയിട്ട് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടോപ്പിക്കിന്റെ ഒരു ഇതാണ്, എക്സ്പ്ലനേഷൻ ആണ്. അതായത് ഗ്രേഡ് 2 PWD ഇറിഗേഷനിലും ഗ്രേഡ് 2, 3 ഹാർബറിലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കണ്ടന്റ് കൂടുതൽ, ടോപ്പിക്ക് കൂടുതൽ ഹാർബറിലാണ്. അതായത് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്ന ടോപ്പിക്കുകളുടെ എണ്ണം കൂടുതലും കണ്ടന്റ് കൂടുതലും ഹാർബറിലേക്കാണ് വരുന്നത്. പക്ഷെ തികച്ചും PW ഇറിഗേഷൻ വരുന്ന സമയത്ത് ടോപ്പിക്ക് കുറച്ച് സിംപ്ലിഫൈ ആയിട്ട് തന്നിട്ടുണ്ട്, കണ്ടന്റും കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പഠിത്തത്തിന്റെ രീതി, സമയമെന്ന് പറയുന്നത് അതിക്രമിച്ചിരിക്കുകയാണ്. എന്നാലും നിങ്ങൾ കൂടുതലായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് കാണാം. Till then, thank you. Start your preparations for engineering competitive exams from top educators. Learn from the best.